നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സിൽ കമ്പാരേറ്റർ സമ്മിങ് ആംപ്ലിഫയർ കമ്പാരേറ്ററിന്റെ ആപ്ലിക്കേഷൻ ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇന്റഗ്രേറ്റർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇന്റഗ്രേറ്റർ. ഇന്റഗ്രേറ്റർ മീൻസ് എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ദ ഇന്റഗ്രൽ ഓഫ് ഇൻപുട്ട് വേവ് ഫോം. എന്താണോ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് അതിന്റെ ഇന്റഗ്രൽ ഫോം ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക? ഔട്ട്പുട്ടിൽ കിട്ടുക. അതാണ് ഇന്റഗ്രേറ്റർ. So the circuit is obtained by replacing feedback resistor by capacitor in an inverting amplifier. നമ്മൾ ഓൾറെഡി ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ഒക്കെ നമുക്ക് അറിയായിരിക്കും. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്താണ്? ഒരു ഓപ്പാമ്പ് മൈനസ് പ്ലസ് അതിന്റെ ടെർമിനൽ വരയ്ക്കുക, പിന്നെ അതിനകത്തേക്ക് എന്താണ് ഒരു ഇൻപുട്ട് വരയ്ക്കുന്നു, ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നു, പിന്നെ ഒരു നോൺ ഇൻവേർട്ടിംഗിലേക്ക് എന്താണ് നോൺ ഇൻവേർട്ടിംഗ് ഗ്രൗണ്ട് ചെയ്തു, പിന്നെ അവിടെ എന്താണ് ഒരു ഫീഡ്ബാക്ക് ഉണ്ടാവും, ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്റർ ഉണ്ടാവും RF. ഇത് ആറിന് കൊടുക്കുക, RIന്ന് കൊടുക്കുക. ഇതെല്ലാം ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. അപ്പൊ ഇൻവേർട്ടിംഗിലേക്ക് ഇൻപുട്ടും കൊടുത്തു, നോൺ ഇൻവേർട്ടിംഗ് ഗ്രൗണ്ടും ചെയ്തു, ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നു. അത്രേ ഉള്ളൂ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. ഇവിടുത്തെ ഈ ഫീഡ്ബാക്ക് റെസിസ്റ്ററിന് പകരം ഒരു കപ്പാസിറ്റർ ആക്കിയാൽ എന്തിന്റെ സർക്യൂട്ടായി? ഇന്റഗ്രേറ്ററിന്റെ സർക്യൂട്ടായി. ഇവിടെ അങ്ങനെയല്ലേ? ഇൻവേർട്ടിംഗിലേക്ക് നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നു, നോൺ ഇൻവേർട്ടിംഗ് എന്ത് ചെയ്യുന്നു? ഗ്രൗണ്ട് ചെയ്യുന്നു. നമ്മുടെ RFന് പകരം എന്താണ്? CF കണക്ട് ചെയ്തു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഡയഗ്രാം എപ്പോഴും LICയിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുക. ഒരു സർക്യൂട്ടിൽ ചെറിയ ചേഞ്ച് വരുത്തിയാൽ വേറൊരു സർക്യൂട്ട് ആവും. രണ്ട് സർക്യൂട്ട് ഇരുന്ന് ബൈഹാർട്ട് ചെയ്യുന്നതിന് പകരം എന്താണ് ചേഞ്ച് എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സർക്യൂട്ട് ഡയറക്റ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഇപ്പൊ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിനെ റീപ്ലേസ് ചെയ്യുന്ന പറയുമ്പോൾ നമുക്ക് ഇൻപുട്ട് ഒന്നും മാറിപ്പോകാനും ചാൻസ് ഇല്ല. നമ്മൾ ഇൻവേർട്ടിംഗിലേക്ക് തന്നെ ഇൻപുട്ട് കൊടുക്കും. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് വരയ്ക്കും. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട എന്താണ്? ഈ ഒരു പോസിറ്റീവ് ടെർമിനൽ ഗ്രൗണ്ടിനാണ്. നമുക്ക് ഈ ഒരു നോഡ് നെഗറ്റീവ് ടെർമിനലിന്റെ അവിടുത്തെ നോഡിന് എന്ത് ചെയ്യാം? VA എന്ന് ഡിനോട്ട് ചെയ്യാം, എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പൊ അവിടുത്തെ വോൾട്ടേജ് എന്താണ്? VA ആണ്. VA എന്തായിരിക്കും? നമ്മുടെ വെർച്വൽ ഗ്രൗണ്ട് കോൺസെപ്റ്റ് വെച്ചിട്ട് പോസിറ്റീവ് ടെർമിനലിന്റെ അവിടെ 0 ആണെങ്കിൽ VA എന്തായിരിക്കും? VA ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ എന്താണ് വെർച്വൽ ഗ്രൗണ്ട് കോൺസെപ്റ്റ് എന്നൊക്കെ പഠിച്ചു, അതുകൊണ്ട് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ ഈ നോഡിൽ എന്തായിരിക്കും? ഈ ഒരു നോഡിലെ നെഗറ്റീവ് ടെർമിനലിന്റെ അവിടുത്തെ നോഡിൽ എന്തായിരിക്കും? VA എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി നമുക്ക് ഈ പെർട്ടിക്കുലർ നോഡിൽ എന്ത് ചെയ്യാം? KCL അപ്ലൈ ചെയ്ത് എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷൻ എന്ന് നോക്കാം. ഇവിടെ KCL ഈ നോഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഇൻകമിംഗ് കറണ്ട് ഉണ്ട്, എന്താണ്? I1 നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഇൻകമിംഗ് കറണ്ട് ഉണ്ട്, അതുപോലെ ഇവിടെ നിന്ന് ഒരു ഔട്ട് ഗോയിങ് കറണ്ട് ഉണ്ട്, IC. ഡിനോട്ട് ചെയ്യാൻ വിട്ടുപോയതാണ്, IC. ഈ കപ്പാസിറ്ററിലുള്ള കറണ്ടിന്റെ ഡയറക്ഷൻ എന്താണ്? ഈ ഒരു ഡയറക്ഷൻ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താണ്? ഇൻകമിംഗ് കറണ്ട് ഇസ് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട് ആണ്. സോ I1 ഇസ് ഈക്വൽ ടു IC എന്ന് കിട്ടും. ഇനി നമുക്ക് I1ന്റെ ഇക്വേഷനും ICയുടെ ഇക്വേഷനും എഴുതണം. I1ന്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ ഒരു കറണ്ട് അല്ലേ, Vin മൈനസ്, പിന്നെ ഇവിടുത്തെ ഈ ഒരു എൻഡിലെ വോൾട്ടേജ് എന്താണ്? VA. സോ നമുക്ക് എങ്ങനെ എഴുതാം? Vin മൈനസ് VA ബൈ അവിടുത്തെ റെസിസ്റ്റർ എന്താണ്? RI ആണ്, R1 ആണ്. അപ്പൊ R1 എന്ന് എഴുതാം. അതാണ് I1ന്റെ ഇക്വേഷൻ, Vin മൈനസ് VA ബൈ R1. ഇനി ഓൾറെഡി നമ്മൾ പറഞ്ഞു VA 0 ആണെന്ന്. VA 0 ആണെങ്കിൽ I1ന്റെ ഇക്വേഷൻ എന്താവും? Vin ബൈ R1 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നമുക്ക് ICയുടെ ഇക്വേഷൻ എഴുതണം. IC നമ്മൾ ഓൾറെഡി കപ്പാസിറ്ററിലുള്ള കറണ്ടിന്റെ ഇക്വേഷൻ നമ്മൾക്ക് പഠിച്ചിട്ടുള്ളതാണ് നേരത്തേക്ക്. ICയുടെ ഇക്വേഷൻ എന്താണ്? C ഇൻറ്റു DVC ബൈ DT. ഇത് അറിയാവുന്ന ഇക്വേഷൻ അല്ലേ എല്ലാവർക്കും? അപ്പൊ ഇത് നമുക്ക് എഴുതാം. ഈ ഒരു ഇക്വേഷൻ നമുക്ക് എടുക്കാം. ഇവിടെ C എന്താണ്? നമ്മുടെ ഫീഡ്ബാക്ക് കപ്പാസിറ്റർ ആണ്, അത് നമുക്ക് CF എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ VC നമ്മുടെ കപ്പാസിറ്റർ വോൾട്ടേജ് എന്തായിരിക്കും? നമുക്കറിയാം കറണ്ടിന്റെ ഡയറക്ഷൻ ഇതാണ്. അപ്പൊ ഈ നോഡ് എന്താണ്? VA ആണ്. ഇവിടെയുള്ള എന്താണ്? V0 ആണ്. റൈറ്റ് സൈഡിൽ ഈ സൈഡിൽ V0 ആണുള്ളത്. സോ VA മൈനസ് V0 ആയിരിക്കും അല്ലെ? ഈ കപ്പാസിറ്റർ കണക്ട് ഈ എൻഡിൽ VA ആണ്, മറ്റടുത്ത് V0 അല്ലേ? അപ്പൊ എന്തായിരിക്കും? VC എങ്ങനെ എഴുതാം? VA മൈനസ് V0 എന്ന് എഴുതാം. അപ്പൊ അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെങ്കിൽ ICയുടെ ഇക്വേഷൻ എന്ത് വരും? CF D VC എന്താണ്? കപ്പാസിറ്റർ വോൾട്ടേജ് എന്താണ്? VA മൈനസ് V0 ബൈ DT. അപ്പൊ നമുക്ക് എന്താ ഇവിടെയും VA 0 കൊടുക്കുമ്പോൾ എന്താണ്? നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. IC is equal to CF into D minus V0 by DT. മൈനസ് വന്നത് VA 0 ആയപ്പോൾ. അപ്പൊ 0 മൈനസ് V0 എന്നല്ലേ വരിക. അപ്പൊ നമുക്ക് I1ന്റെ ഇക്വേഷൻ കിട്ടി, ICയുടെ ഇക്വേഷൻ കിട്ടി. ഇനി ഈ സെക്കൻഡും തേർഡും ഇക്വേഷൻ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? Vin by R1 is equal to CF D minus V0 by DT എന്ന് കിട്ടി. ഇനി നമുക്ക് V0 എന്താണെന്ന് എഴുതണം. അതിന് ആദ്യം എന്ത് ചെയ്യണം? dV0 by DT എഴുതണം. നമുക്ക് മൈനസ് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ എന്ത് കിട്ടും? ഈ CF ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തായി? R1 CF ആയി. അപ്പൊ മൈനസ് 1 ബൈ R1 CF ഇൻറ്റു Vin. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിന് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് എഴുതും? dV0 ബൈ DT ആണ് നമുക്ക് കിട്ടിയത്. ഇനി V0 എന്ന് വെച്ചാൽ എന്തായിരിക്കും? മൈനസ് R1 ബൈ CF ഇന്റഗ്രൽ അല്ലെ? ഇന്റഗ്രൽ 0 ടു T Vin ഓഫ് T DT കിട്ടില്ലേ? അപ്പൊ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്? ഇന്റഗ്രൽ ഓഫ് ഇൻപുട്ട് ആയി. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? നമ്മളുടെ സർക്യൂട്ട് എന്താണ്? ഇന്റഗ്രേറ്റർ ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ്
പ്രൊപ്പോർഷണൽ ടു എന്തായി ഇന്റഗ്രൽ ഓഫ് വി ഓഫ് ടി ഡി ടി എന്നായി അല്ലെ. ഇവിടെ പ്ലസ് വി നോട്ട് ഓഫ് സീറോ നമ്മൾ കൊടുത്തിരിക്കുന്നതാണ് ഇനീഷ്യൽ വോൾട്ടേജ്. എവിടെ നിന്നാണോ ചാർജ് സ്റ്റാർട്ട് ചെയ്തത് ഇനീഷ്യൽ വോൾട്ടേജ് ആണ് വി നോട്ട് ഓഫ് സീറോ. So output voltage is proportional to the negative integral of input voltage. ഈ നെഗറ്റീവ് വന്ന എന്തുകൊണ്ടാണ് നമ്മൾ ഇൻവേർട്ടിംഗിലേക്കാണ് ഇൻപുട്ട് കൊടുത്തത് അല്ലെ. ഇൻവേർട്ടിംഗ് ആയിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് നെഗറ്റീവ് കിട്ടിയത്. സോ ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജും ഈ R1CFന്റെയും റിലേഷൻ നോക്കിയാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R1CF ആണ്. ഈ R1CF എന്താണ്? ഇതിന്റെ ടൈം കോൺസ്റ്റന്റ് ആണ്. ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വി നോട്ട്, നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്തിൽ ഡിപ്പെൻഡ് ആയിരിക്കും? നമ്മൾ R1CF വാല്യൂ എന്താണോ അതിൽ ഡിപ്പെൻഡ് ആയിരിക്കും. നമ്മൾ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ R1 എത്രയാണോ CF എത്രയാണോ അതിന് കറസ്പോണ്ടിങ് ആയിരിക്കും ഔട്ട്പുട്ടിന്റെ എന്ത് ആംപ്ലിറ്റ്യൂഡ്. ഇതാണ് എന്ത് ഇന്റഗ്രേറ്റർ, ഒരു ബേസിക് ഇന്റഗ്രേറ്റർ സർക്യൂട്ട് ഇതാണ്. ഇനി അടുത്ത നമുക്ക് ഇന്റഗ്രേറ്ററിൽ പഠിക്കാനുള്ളത് അതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. അപ്പൊ ഫ്രീക്വൻസി റെസ്പോൺസ് നമ്മൾ എപ്പോഴും എങ്ങനെയാണ് വരയ്ക്കുന്നത്? എക്സ് ആക്സിൽ ഫ്രീക്വൻസിയും ഹെഡ്സ് അല്ലെ, വൈ ആക്സിൽ എന്താ വരിക? ഗെയിൻ ഇൻ ഡി ബി. ഇങ്ങനെയല്ലേ ഫ്രീക്വൻസി റെസ്പോൺസ് വരയ്ക്കുക. നിങ്ങളിപ്പോൾ RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ ഒക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ? ഫ്രീക്വൻസി റെസ്പോൺസ് നമ്മൾ എപ്പോഴും വരയ്ക്കുക ഫ്രീക്വൻസി ഗെയിൻ റിലേഷൻ ആണ്. അപ്പൊ നമുക്ക് ഫ്രീക്വൻസി ഗെയിൻ റിലേഷൻ കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ ഇപ്പോൾ എന്താണ്? വി നോട്ട് ഓഫ് ടി ഈസ് ഈക്വൽ ടു -1/R1CF ഇന്റഗ്രൽ 0 to t V in of t. ഇപ്പൊ നമ്മൾ ഡിറൈവ് ചെയ്ത ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ. ഇത് ടൈം ഡൊമൈൻ ആണ്. ഇതിനെ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് എന്ത് ചെയ്യണം? അതിന് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്താൽ മതി. അപ്പൊ എന്താവും? ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താവും? വി നോട്ട് ഓഫ് ടി എന്താവും? വി നോട്ട് ഓഫ് എസ് ആവും, -1/R1CF ഉണ്ടാവും. ഇനി വി ഓഫ് ടി ഇന്റഗ്രൽ വി ഓഫ് ടി എന്നുള്ളതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്തായിരിക്കും? വി ഓഫ് എസ് ബൈ എസ് എന്നല്ലേ. ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ 1/s ആ വരുന്നത്. അതുകൊണ്ടാണ് വി ഓഫ് എസ് ബൈ എസ് വന്നത്. ഈ ഇക്വേഷൻ കിട്ടിയല്ലോ. ഇനി നമുക്ക് ഗെയിൻ ഇക്വേഷൻ ആദ്യം എഴുതണം. ഗെയിൻ എപ്പോഴും എന്തായിരിക്കും? ഗെയിൻ ഇസ് ഈക്വൽ ടു വി നോട്ട് ബൈ വി ഇൻ ആയിരിക്കും. അപ്പൊ നമ്മളിവിടെ എസ് ഡൊമൈനിലാകുമ്പോൾ വി നോട്ട് ഓഫ് എസ് ബൈ വി ഇൻ ഓഫ് എസ് ആയിരിക്കും. വി നോട്ട് ഓഫ് എസ് വി ഇൻ ഓഫ് എസ് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ. അപ്പൊ ഇക്വേഷൻ എന്താ കിട്ടുക? -1/SR1CF. ഇനി നമുക്ക് ഗെയിൻ ഫ്രീക്വൻസി റിലേഷൻ ആണ് വേണ്ടത്. അതിന് എസിന് jω കൊടുത്താൽ മതിയല്ലോ. ഒമേഗ 2πf ആന്ന് പറയാം അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് എസിന് jω കൊടുത്താൽ ഒമേഗ വരും. ഒമേഗയ്ക്ക് 2πf കൊടുക്കുമ്പോൾ എഫും വരും. അങ്ങനെ നമുക്ക് AF റിലേഷൻ കിട്ടും. അതിനുവേണ്ടി എസിന് എന്ത് കൊടുക്കുക? എസ് ഇസ് ഈക്വൽ ടു jω എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് വരും? വി നോട്ട് ഓഫ് jω ബൈ വി ഇൻ ഓഫ് jω ഇസ് ഈക്വൽ ടു -1/Sന് jω കൊടുക്കുക R1CF. ക്ലിയർ അല്ലേ? ഇനി ഇതിന്റെ മോഡ് A എടുക്കുമ്പോൾ, മോഡ് A ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ മൈനസും പോവും ജെയും പോവില്ലേ. അപ്പൊ 1/ωR1CF എന്നാവും. ഇനി ഒമേഗയ്ക്ക് എന്ത് കൊടുക്കുക? 2πf എന്ന് കൊടുക്കുക. അപ്പൊ എന്ത് വരും? ഗെയിൻ ഇസ് ഈക്വൽ ടു 1/2πf R1CF. ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഇക്വേഷൻ. ഗെയിൻ ഇസ് ഈക്വൽ ടു 1/2πf R1CF. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമുക്കിപ്പോ ഫ്രീക്വൻസി റെസ്പോൺസിന്റെ ഡയഗ്രാം വരയ്ക്കേണ്ടത്. അപ്പൊ ഫ്രീക്വൻസി റെസ്പോൺസിന്റെ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് രണ്ട് കാര്യം അറിഞ്ഞിരിക്കണം. ഒന്ന്, ഫ്രീക്വൻസി 0 ആവുമ്പോൾ ഗെയിൻ എന്താണ് അല്ലെ. ഫ്രീക്വൻസി 0 ആവുമ്പോൾ ഗെയിൻ എത്രയായിരിക്കും? അപ്പൊ നമുക്ക് സ്റ്റാർട്ടിംഗ് വാല്യൂ കിട്ടും. അതുപോലെ ഗെയിൻ 0 ആവുമ്പോൾ ഫ്രീക്വൻസി എത്രയായിരിക്കും? അപ്പൊ നമുക്ക് എൻഡ് വാല്യൂ കിട്ടും. അപ്പൊ ഈ രണ്ട് കേസ് നോക്കണ്ടേ. അപ്പൊ ഫ്രീക്വൻസി 0 ആവുമ്പോൾ ഗെയിൻ എത്രയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫ്രീക്വൻസി 0 ആകുമ്പോൾ ഗെയിൻ എത്രയാണ്? അതുപോലെ ഗെയിൻ 0 ആവുമ്പോൾ, ഗെയിൻ 0 എന്ന് വെച്ചാൽ ഗെയിൻ 0 dB ആണ്. ശ്രദ്ധിക്കണം, നമ്മൾ ഗെയിൻ dB ആണ് ഡയഗ്രത്തിൽ വരയ്ക്കുന്നത്. ഗെയിൻ 0 dB ആവുമ്പോൾ ഫ്രീക്വൻസി എത്രയാണ്? ഈ രണ്ട് കേസ് നമ്മൾ അറിഞ്ഞിരിക്കണമെങ്കിൽ ഈ ഡയഗ്രാം വരയ്ക്കാവുള്ളൂ. ഇനി ഗെയിൻ 0 dB എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഗെയിൻ എന്തായിരിക്കും? 1 ആയിരിക്കും. അതല്ലേ dBയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ 0 ആവുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു കേസ് നിങ്ങൾ നോക്കുക. നമുക്ക് എയുടെ ഇക്വേഷൻ കിട്ടി. ഈ A 1 ആകണമെങ്കിൽ ഫ്രീക്വൻസി എന്തായിരിക്കണം? ഇതാണ്, ഇവിടെയാണ് ഫ്രീക്വൻസി ഉള്ളത്. A 1 ആകണമെങ്കിൽ ഫ്രീക്വൻസി എന്തായിരിക്കണം? F is equal to 1/2πR1CF ആയിരിക്കണം അല്ലെ. ഇവിടെ എഫിന് നിങ്ങൾ 1/2πR1CF എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്. അപ്പൊ 2πR1CFും 2πR1CFും കൂടെ ക്യാൻസൽ ആയി പോകും. അപ്പൊ ഗെയിന്റെ ഇക്വേഷൻ എന്താവും? 1 ആവും. അപ്പൊ നമ്മുടെ ഈ ഒരു സെക്കൻഡ് കേസ് നമുക്ക് കിട്ടില്ലേ? നമുക്ക് ഗെയിൻ 0 dB അല്ലെങ്കിൽ ഗെയിൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഗെയിൻ 1 ആകുമ്പോൾ ഫ്രീക്വൻസി എത്രയാണെന്നാണ് ആദ്യം റിലേഷൻ കിട്ടേണ്ടത്. അതിന് നമുക്ക് ഇവിടെ നമ്മൾ ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ അറിയാം. എഫ് ഇസ് ഈക്വൽ ടു 1/2πR1CF ആണെങ്കിൽ എന്തായിരിക്കും? എ ഇസ് ഈക്വൽ ടു എന്താവും? 1/2π. ഇനി എഫിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? എഫ് 1/2πR1CF എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ ഇവിടെ R1CF ഉണ്ട്. അപ്പൊ എന്തായി? ഇതെല്ലാം തമ്മിൽ ക്യാൻസൽ ആയി പോയി. ഗെയിൻ എന്താവും? 1 ആവും. സോ ഗെയിൻ 1 ആകണമെങ്കിലുള്ള
അല്ലെങ്കിൽ ഗെയിൻ 0 dB. ഇതിനെ dBയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0 dB ആണെങ്കിൽ F എന്തായിരിക്കണം? 1/2πf R1CF ആയിരിക്കണം. അതാണ് ഇവിടെ ഇരിക്കുന്നത്. If F is equal to 1/2π R1CF, then magnitude of gain എന്തായിരിക്കും? 1 ആയിരിക്കും. This one is known as unity gain frequency. അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് FB. FB യുടെ ഇക്വേഷൻ എന്താണ്? 1/2π R1CF. ആ ടൈമിൽ A എന്തായിരിക്കും? 1 ആയിരിക്കും. അത് dBയിൽ കാൽക്കുലേറ്റ് ചെയ്താൽ 0 dB ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഡയഗ്രത്തിൽ ആകത്തെ കേസ് കിട്ടി. നമ്മുടെ ഗെയിൻ 0 ആവുമ്പോൾ ഫ്രീക്വൻസി എന്താണ്? FB. ഇനി നമുക്ക് ഫ്രീക്വൻസി 0 ആവുമ്പോൾ ഗെയിൻ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ ഇതിന്റെ റിയാക്ടൻസ് വെച്ച് കൺസിഡർ ചെയ്യാം. റിയാക്ടൻസ് ഇക്വേഷൻ എന്താണ്? കപ്പാസിറ്റീവ് റിയാക്ടൻസ് 1/2π FC ആണ് അല്ലേ? ഇവിടെ എഫിന് 0 കൊടുത്താലുള്ള അവസ്ഥ എന്തായിരിക്കും? X ഈസ് ഈക്വൽ ടു എന്താവും? 1/0 എന്നാവും. ദാറ്റ് മീൻസ് ഇൻഫിനിറ്റി ആവും. അപ്പൊ XC ഇൻഫിനിറ്റി ആണെങ്കിൽ ഒരു സർക്യൂട്ടില് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഇൻഫിനിറ്റി ആണെങ്കിൽ അത് ഓപ്പൺ സർക്യൂട്ട് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അത് ഓപ്പൺ സർക്യൂട്ട് ആണ് ആക്ട് ചെയ്യുക. സോ ഇവിടെ എന്താണ്? നമുക്ക് ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ എന്ന് കൺസിഡർ ചെയ്യാം. സോ ഫ്രീക്വൻസി 0 ആകുമ്പോൾ ഈ പെർട്ടിക്കുലർ സർക്യൂട്ട് എന്തായിരിക്കും? ഓപ്പൺ ലൂപ്പ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ കേസിൽ അതിന്റെ ഗെയിൻ ഓഫ് ദ സർക്യൂട്ട് എന്തായിരിക്കും? ഓപ്പൺ ലൂപ്പ് ഗെയിൻ ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ഫ്രീക്വൻസി 0 ആകുമ്പോൾ നമ്മുടെ ഈ സർക്യൂട്ട് ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ ആയിരിക്കും. ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ ആണെങ്കിൽ, കാരണം ഫ്രീക്വൻസി 0 ആകുമ്പോഴത്തേക്ക് റിയാക്ടൻസ് ഇൻഫിനിറ്റി ആണ്. നമ്മുടെ ഫീഡ്ബാക്കിൽ കപ്പാസിറ്റർ അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് കൺസിഡർ ചെയ്തത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗെയിൻ ഓഫ് ദ സർക്യൂട്ട് എന്തായിരിക്കും? അതൊരു ഓപ്പൺ ലൂപ്പ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. ഇതല്ലേ നമ്മുടെ സർക്യൂട്ട്. ഇവിടെ നമ്മുടെ XC ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പൊ ഫ്രീക്വൻസി 0 ആകുമ്പോൾ ഇതൊരു ഓപ്പൺ ലൂപ്പ് സർക്യൂട്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പൊ നമുക്കറിയാം, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വാല്യൂ ആണിത്. ഒരു ഓപ്പാമ്പിന്റെ ഓപ്പൺ ലൂപ്പ് ഗെയിൻ എത്രയായിരിക്കും? 10⁵5 അല്ലെങ്കിൽ 100 dB ആയിരിക്കും. dBയിൽ 100 dB ആയിരിക്കും. അപ്പോൾ F is equal to 0 ആണെങ്കിൽ ഈ പെർട്ടിക്കുലർ ഇന്റഗ്രേറ്ററിന്റെ ഗെയിൻ എത്രയായിരിക്കും? 100 dB ആയിരിക്കും. അതാണ് ഈ ഡയഗ്രത്തിൽ വരച്ചിരിക്കുന്നത്. F is equal to 0 ആകുമ്പോൾ ഗെയിൻ എത്രയാണ്? 100 dB. ഇനി ഗെയിൻ 0 ആകുമ്പോഴുള്ള ഫ്രീക്വൻസി എന്താണ്? FB. അപ്പൊ നമുക്ക് ഈ ഗ്രാഫ് കിട്ടിയില്ലേ? ഇതാണ് എന്റെ ഫ്രീക്വൻസി റെസ്പോൺസ്. പിന്നെ ഇതിന്റെ ഇവിടുത്തെ റോൾ ഓഫ് റേറ്റ് എത്രയായിരിക്കും? -20 dB per decade ആയിരിക്കും. ദാറ്റ് മീൻസ് ഓരോ ഡെക്കേഡും ഓരോ ഫ്രീക്വൻസിയിലെ ടെൻസ് ചേഞ്ചിനും -20 dB റെഡ്യൂസ് ആയിക്കൊണ്ടേയിരിക്കും ഗെയിൻ. അങ്ങനെ FB എത്തുമ്പോൾ ഗെയിൻ 0 ആവും. ഇതാണ് ഇന്റഗ്രേറ്ററിന്റെ ഒരു ബേസിക് ഇന്റഗ്രേറ്ററിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷൻ ഡെറിവേഷനും അതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ ബേസിക് ഇന്റഗ്രേറ്ററിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അറ്റ് ലോ ഫ്രീക്വൻസി ഗെയിൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? ഇൻഫിനിറ്റി ആയിട്ടുണ്ട്. അതൊരു ലിമിറ്റേഷൻ ആണ്. പിന്നെ നമ്മളുടെ ഓഫ്സെറ്റ് വോൾട്ടേജിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടേ ഇല്ല. ഓഫ്സെറ്റ് വോൾട്ടേജ് എന്തായാലും പ്രാക്ടിക്കൽ ഓപ്പാമ്പിൽ ഉണ്ടാവും. വിച്ച് പ്രൊഡ്യൂസ് എറർ വോൾട്ടേജ് അറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ഇന്റഗ്രേറ്റർ. ഇന്റഗ്രേറ്ററിന്റെ ഔട്ട്പുട്ടിൽ എന്താണ്? ഒരു എറർ വോൾട്ടേജ് വരും. സോ ടു ഓവർകം ദിസ്, പ്രാക്ടിക്കൽ ഇന്റഗ്രേറ്റർ സർക്യൂട്ട് ഈസ് യൂസ്ഡ്. ഈ രണ്ട് കേസും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രാക്ടിക്കൽ ഇന്റഗ്രേറ്റർ സർക്യൂട്ട് ഉള്ളത്. നമുക്കിനി പ്രാക്ടിക്കൽ ഇന്റഗ്രേറ്റർ സർക്യൂട്ടും അതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസും പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇതുപോലെ തന്നെ സിമിലർലി ഡിഫറൻഷിയേറ്ററും പഠിക്കണം. ഡിഫറൻഷിയേറ്ററിൽ ചെറിയൊരു ചേഞ്ച് ചെയ്യുള്ളൂ. ഇതേ പ്രൊസീജിയർ നമുക്ക് ചെയ്ത് അതിലും ഇതുപോലെ തന്നെ ഫ്രീക്വൻസി റെസ്പോൺസും പിന്നെ അതിന്റെ പ്രാക്ടിക്കൽ ഡിഫറൻഷിയേറ്ററും ഒക്കെ പഠിക്കണം. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും ഒന്ന് എപ്പോഴും എക്സാമിന് ചോദിച്ചു കാണാറുള്ളതാണ്. സോ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ മെയിൽ ID ഡിസ്ക്രിപ്ഷനിലോട്ട് മെയിൽ ചെയ്താലും മതി. താങ്ക് യു ഫോർ വാച്ചിങ്.